ഒന്ന്, കൊരിന്ത്യർ വിശ്വാസികള് നല്ല കൃപയുള്ളവരാ, നല്ല കൃപയാ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഇനി ഇവരുടെ വിശേഷത അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഇവര് സാക്ഷിയുള്ളവരാ, സാക്ഷ്യം പറയുകയും ചെയ്യും, സാക്ഷ്യമുണ്ട്. നമ്മളും അങ്ങനല്ലേ, നന്നായിട്ട് സാക്ഷി പറയുന്ന ആൾക്കാരുണ്ട്. ചിലക്ക് നല്ല അനുഭവങ്ങളാണെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാത്തവരുണ്ട്. നല്ല സാക്ഷ്യമാ, അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ചിലക്ക് ഒന്നുമില്ലേലും പറഞ്ഞുകൊണ്ട് ഒപ്പിക്കുന്നത് ഒയ്യോ നല്ല ചേരുംപടിയൊക്കെ ചേർത്ത്. അപ്പൊ ഇവര് കൊരിന്ത്യയിലെ വിശ്വാസികൾ അതിനൊക്കെ നല്ല മിടുക്കരാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, ഇവര് എല്ലാത്തിലും നമ്പർ 1, സകലത്തിലും, വിശേഷാൽ സകല, എടുത്തു പറയാ, വിശേഷാൽ സകല വചനത്തിലും. വചനത്തിൽ നല്ല തിട്ടമാ കൊരിന്ത്യർ വിശ്വാസികൾക്ക്. ദൈവവചനമൊക്കെ നന്നായിട്ട് അറിയാം, അത് അടുക്കടുക്കായിട്ട് ഇവർക്കറിയാം. വചനത്തിൽ ഭയങ്കര പരിജ്ഞാനമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ വചനതിട്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് അവരെ വലിയ ബഹുമാനമാണ്. കാരണം വചനത്തിൽ അധ്വാനിക്കുകയും അതിൽ തന്നെ രസിക്കുകയും അത് അയവറക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ളവരെ പൗലോസുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ടാണ് വന്ന വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. ഉപദേശത്തിലൊക്കെ അധ്വാനിക്കുന്നവരെ ഇപ്പം വലിയ താല്പര്യമൊന്നും എല്ലാവർക്കും തെളിയിടുന്നവരെ മതി. ഉപദേശം ശരിക്കും പറയുന്നവരെയും വചനത്തിൽ ശരിക്കും അധ്വാനിക്കുന്നവരെ എല്ലാവർക്കും ഒന്നും വലിയ തൃപ്തിയൊന്നുമില്ല. സ്തോത്രം. ആട്ടെ, നാളെയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് അടങ്ങുക. അപ്പോൾ ഇവരെ ഒന്ന് കൃപയുണ്ട്, 2 സാക്ഷ്യമുണ്ട്. എന്നിട്ട് പറയുക, വിശേഷാൽ വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും. നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാ, എല്ലാം നല്ല നമ്പർ 1 വിശ്വാസികളാ. പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് തന്നെ നമ്മളെ സമ്പന്നരാക്കാനാ. അതിന് ഏറ്റവും വലിയ തെളിവാ കൊരിന്ത്യർ വിശ്വാസികൾ. ഒരു കൃപാവരത്തിലും കുറവില്ലാതെ സമ്പന്നരാ. നമ്മള് സമ്പന്നരാക്കി യേശു ദരിദ്രനായി തീർന്ന് നമ്മളെ കാശുകാരാക്കി കൊണ്ടു നടക്കാനാന്ന ചിലരുടെ ധാരണ. അതവിടെ നിൽക്കട്ടെ. ഇവര് ആത്മീക വിഷയങ്ങളിൽ സമ്പന്നരാ, ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പോൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കൊരിന്ത്യയിലെ വിശ്വാസികളുടെ വിശേഷത കൃപയുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, വചനത്തിൽ നല്ല തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല, നമ്പർ 1 വിശ്വാസികൾ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ആഴമെല്ലാം ഒന്ന് പരിശോധിച്ചു, ആഴമറിഞ്ഞു. 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്ന് വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും. എന്നിട്ട് എടുത്ത് പറയാ, ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എല്ലാ വാക്യവും എടുക്കണ്ട, ആത്മാവ് സകലത്തെയും ആഴം അറിയും. സകലത്തെയും. ദാവീദ് ഒരിക്കൽ പാടിയല്ലോ, നമുക്കറിയാം, ഞാൻ ഇരിക്കുന്നതും നന്നായിട്ട് നമ്മളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ നന്നായിട്ട് ശോധന. ബാക്കി ഒന്ന് വായിച്ച നമ്മൾ 137 139 ഇങ്ങനെയുള്ള ഭാഷന്മാരിക്കണം. കണ്ടോ, ഉടനെ പറഞ്ഞു വന്നതാണ്. ചിലടത്ത് ചെന്നാൽ ചില ചുമ്മാ ആനക്കോവിൽ അങ്ങ് ഇരിക്കുക. നാളെയും വന്നിരിക്കണം. പിന്നെ വായിക്കും 139 വന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചില കൺവെൻഷന് ചെന്ന് ചുമ്മാ നിരന്നിരിക്കുക, ഒരെണ്ണം ആനക്കോവില്ല, സ്വോത്രവും പറയുകയല്ല. എന്നിട്ട് അവിടെ കടന്ന് അടിയാ കസേരയ്ക്ക്. ആ പടവിൽ കൂടെ തെള്ളി വരുന്ന കാണണം കയറിയിരിക്കാൻ.
ഇരുന്നാ സ്വോത്രം പറയുവോ, കൈയടിക്കുവോ, പാടുകയോ, ചുമ്മാ ഇങ്ങനെ വന്ന് എനിക്ക് സന്തോഷം തോന്നി, അങ്ങനെ ചെയ്യും. സ്തോത്രം. അപ്പോൾ 139:1 വായിക്കേ. യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം ദൂരത്തു. എന്റെ കുഴപ്പമാണോ മോനെ? കൊച്ചുമോനെ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപൺ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം ദൂരത്തു നിന്നും. പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു. എല്ലാം അറിയുന്നത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവ് അത് മതിയോ? ബാസ് കുറയ്ക്കാനോ? മോനെ ബാസ് കുറയ്ക്കാൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതങ്ങ് മാറ്റിയൊരു കൊച്ചുമാനെ. അവർക്ക് നിങ്ങൾക്ക് തടസ്സമുണ്ടോ? അവർ പറഞ്ഞിട്ടാ അവിടെ ഇരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരുവത്തിന് നിൽക്കട്ടെ. നമ്മളെ നന്നായിട്ട് ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. 1-ാം അധ്യായത്തിൽ കൊരിന്ത് വിശ്വാസികളുടെ വിശേഷത കൃപയുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്. എന്നൊരു ചേർത്ത് പറയാം, ഒരു കൃപാവരത്തിലും നമ്പർ 1 സഭയാണ്. നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോൾ വീരസ്യമൊക്കെ പറയാറുണ്ട്. കൊട്ടാരക്കര സെൻറ്ററിലെ നമ്പർ 1 സഭയാണ് ബേർഷേബ. അല്ലാതെ അങ്ങനെ വേണം. ഇതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ വേറെ ഇല്ല. മറ്റവർ ഇത്രോളം ഒക്കുകയില്ല. ഈ സഭയെന്ന് പറഞ്ഞാൽ നല്ല വചനത്തിൽ തിട്ടമുള്ള അച്ചായന്മാർ ഇതിനകത്ത് ഉണ്ട്. പരിജ്ഞാനമുള്ളവർ കൈപോലും അടിക്കുകയില്ല. വളരെ പരിജ്ഞാനമുള്ളവർ ഇതിനകത്ത്. പിന്നെ മറ്റേ സഭയെന്ന് പറയാം എല്ലാം കിടന്ന് കൈയടിക്കുകയും ബഹളം. ഇവിടെ അങ്ങനത്തെ എല്ലാം ഓരോ കസേരയിൽ ഇങ്ങനെ വന്ന്, അതൊക്കെ മിക്കത് ഫിക്സഡ് കസേരയാണ്. അങ്ങനെ കൈയടിക്കുവോ ബഹളം ഒന്നും എല്ലാം നല്ല ആണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നല്ല പരിജ്ഞാനം, ഭയങ്കര പരിജ്ഞാനമുള്ളവരാ. തന്നെയല്ല കൃപാവരത്തിലും കുറവില്ല. ഇതുപോലൊരു സഭ അനുഗ്രഹിക്കപ്പെട്ട അല്ല, അങ്ങനെ പറയണം. നമ്മുടെ സഭയെ പറ്റി നമുക്കൊരു പ്രാഗൽഭ്യം വേണ്ട. ദൈവത്തിന് മഹത്വം. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് കൊരിന്ത് സഭ. അപ്പോൾ 1-ാം അധ്യായത്തിൽ അഭിനന്ദനീയമായി, ശ്ലാഘനീയമായി പൗലോസ് സഭയെ ഒന്ന് പ്രകീർത്തിച്ചു. എന്തുവാ, സഭയെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പോൾ വളരെ നമ്പർ 1 സഭയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയുടെ ആഴം ഒന്ന് പരിശോധിച്ചു.
ഞാനും നിങ്ങളും അല്ല, നമ്മൾ പലരും നമ്മുടെ ഇരിപ്പ് കണ്ടാൽ, നോട്ടം കണ്ടാൽ, ആ ഡ്രസ്സ് കണ്ടാൽ, നമ്മുടെ ആ ശൈലി കണ്ടാൽ നമുക്കൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ആഴമറിയും. ഈ ദൈവത്തിന്റെ ആഴം അറിയുന്നതാ ആത്മാവ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന് ആഴമുള്ളതുപോലെ പിശാചിനും ആഴമുണ്ട്. പിശാചിന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, അപ്പോൾ ആഴമറിയും. അവൻ 2-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് കൊരിന്ത്യർ വിശ്വാസികളുടെ ആഴമെല്ലാം ഒന്നറിഞ്ഞു. ഏതാ? കൃപാവരമുള്ള, വചനപരിജ്ഞാനമുള്ള, ജ്ഞാനമുള്ള, കൃപയുള്ള, സാക്ഷ്യമുള്ള ഇവരുടെ ആഴമെല്ലാം ഒന്ന് അറിഞ്ഞു. വിവരിക്കുന്നില്ല അധികം. ആഴം പറഞ്ഞിട്ട് ദൈവാത്മാവിന്റെ അടുത്ത ഒരു പ്രയോഗം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്നതുപോലെ അല്ല, ജഡീകന്മാരോട് എന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. 1-ാം അധ്യായത്തിൽ പറയാ, ഒരു കൃപാവരത്തിലും കുറവില്ല. വെളിപ്പാടുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനപരിജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന്റെ വചനമുണ്ട്, എല്ലാം ഉണ്ട്. കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും 2-ാം അധ്യായത്തിൽ ആഴം പറഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ പറയാ, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളോട് ഈ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ. വചനമൊക്കെ ഉണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, കൃപാപരമുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവുമില്ല. പക്ഷെ ഇവരോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ നമ്മള് ചിലരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ആ പുള്ളി സഭയിലും നെടുന്തൂണാ, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ, പുള്ളി ആ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒടുവിൽ ആശീർവാദവും പുള്ളിക്കാ, ഇടയ്ക്കാന്നേലും പുള്ളി മുൻപോട്ട് വന്ന പുള്ളി പറയുന്നത് സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് പുള്ളി ആ മിക്കപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് നല്ല കാര്യം. ഒറ്റ യോഗം മുടക്കുകയല്ല, അത് വലിയ കാര്യമല്ലേ. എല്ലാത്തിനും പുള്ളി മുൻപന്തിയിലുണ്ട്, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ, ഇത് തന്നെ എവിടെയും പറഞ്ഞു. കൃപാവരമെല്ലാം ഉണ്ട്, വരങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ പറ്റുന്നില്ല. നമ്മൾ പറയത്തില്ല, ആ സഹോദരി ആത്മാവിലാകും, എന്തോ അന്യഭാഷയാ, പക്ഷെ പുള്ളിക്കാരോട് സംസാരിക്കുന്ന അമ്മാമ്മ വലിയ പ്രാർത്ഥനക്കാരിയായി, സഭയിലെ ഏറ്റവും മെയിൻ പ്രാർത്ഥനക്കാരിയാണ്, പക്ഷെ പുള്ളിക്കാരിയോട് എല്ലാവർക്കും ഒരു പുള്ളി വൈപ്പിയുടെ മെയിൻ ആളാ. പിന്നെ അവൻ നന്നായിട്ട് പറഞ്ഞു, ട്രോഫിയൊക്കെ കിട്ടിയതാ ഉമ്മനാട്ടിൽ നിന്ന്. അവന്റെ വീട്ടിൽ ചെല്ലണമല്ല ഇങ്ങനെ. പക്ഷെ അവനോട് സംസാരിക്കുന്ന വളരെ, അവൻ ഇടഞ്ഞ പെശകാന്ന്. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. എന്തേലും ഒന്ന് ചെയ്യേ. അപ്പൊ ശ്രദ്ധിക്കുക, കൃപയുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. ആടെ പറഞ്ഞ ആത്മാവ് പറയാ, നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ. അയ്യോ, കമ്മിറ്റിയൊക്കെ കൂടുമ്പോ ചിലരുടെ വായിന്ന് വരുന്ന കേട്ടിട്ടില്ലേ? കൺവെൻഷന്റെ സമയത്ത് മുഴുത്ത ജിപ്പ, മുട്ടിന് താഴെയുള്ള ജിപ്പ, 4.5 മീറ്റർ തുണിക്ക് മേടിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാം, സായിബാബ നിൽക്കും പോലെ. തമാശല്ല പറഞ്ഞത്. ഇത് കഴിഞ്ഞേച്ച കമ്മിറ്റി കൂടുമ്പം ജിപ്പ ഒരു ദൂരോട്ട് കളഞ്ഞേച്ച് ഒരു ഒറ്റ കൊണ്ട് കൊടുത്തോണ്ട് ഇവനങ്ങ് ഇറങ്ങും. പിള്ളേരുടെ ഭാഷ പറഞ്ഞ കളത്തിലോട്ട്. കൊച്ചുമോനെ ഞാൻ പറയുന്നത് വീട് കിട്ടുന്നില്ലേ? ഇല്ലേ? വീട് കിട്ടുന്നില്ല എന്നുള്ളതാ പലരെയും കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ദൈവത്തിന് മഹത്വം. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ. ആത്മീകനോട് സംസാരിച്ചാൽ എല്ലാം വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മീകമായി സംസാരിക്കൂ. ഇതല്ലല്ലോ. പറയുന്ന മുഴുവൻ ജഡീകമല്ലേ, ലൗകികമല്ലേ, ദൃശ്യമായതല്ലേ.
നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ലൗകികന്മാരായാൽ ലൗകികമായത് സംസാരിക്കുന്നു. സംസാരം കേൾക്കുമ്പോൾ അറിയാം അകത്ത് എന്തോ ഉണ്ടെന്ന്. അകത്തെന്തവാ? അത് ഈ പ്രസംഗിക്ക് ഇവിടെ നിൽക്കുന്ന 1.5 മണിക്കൂറല്ല, ഇത് കഴിഞ്ഞും. നമ്മൾ പലരെ അളക്കുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വെച്ചോണ്ടാ. കൊള്ളാം, 2 മണിക്കൂർ, ഓ എന്തുവായിരുന്നു. ഇന്ന് വരെ കേൾക്കാത്ത തോട്ട്സാ പുള്ളി അടിച്ചത്. അങ്ങനെ പറയാം, തോട്ട്സ് അടിച്ചെന്ന് ആർക്കട്ടെ. 2 മണിക്കൂറല്ലേ, 1 മണിക്കൂർ, 3/4 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വെച്ചല്ല അളക്കുന്നത്. ഇത് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോഴും താഴെ വരുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും പൊതുസഭ കൂടുമ്പോഴും സമൂഹത്തിലോട്ടിറങ്ങുമ്പോഴും നിന്റെ വായിൽ നിന്ന് എന്തുവാ വരുന്നേ? എങ്ങനെ ചോദിച്ചു, നാളെ യോഗം ഉണ്ടോ? ഇരിപ്പെല്ലാം കണ്ടിട്ട് മിക്കവാറും. ദൈവത്തിന് മഹത്വം. നമ്മുടെ സംസാരം ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയാ, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണമുണ്ട്. കാരണം ഒരു വാക്യം വായിച്ചോ, കാരണം 3:3 വായിച്ചേ മോളെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. മതി. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. 1-ാം അധ്യായത്തിൽ കൃപാവരമെല്ലാം ഉണ്ടെന്നാ. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആഴമറിഞ്ഞ ആത്മാവ് പറയും, അത് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ. നിങ്ങൾ എല്ലാവരോടും മിണ്ടുന്നുമില്ല, എല്ലാവർക്കും കയ്യും കൊടുക്കുന്നില്ല, എല്ലാ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾ പോവുകയില്ല, അറബ പോയാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് വെള്ളം പോലും കുടിക്കുകയില്ല. ഒരു സഭയിലാണ് കൂടുന്നത്, തിരുമേശ കഴിയുമ്പോൾ വിശുദ്ധ ചുംബനവും കൊടുക്കുന്നില്ല. അവൻ അതിലേ വരുമ്പോൾ ഇതിലേ കയറിപ്പോയി കസേരയുടെ ഇടയിൽ കൂടെ. ചിലര് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് അവരെ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, നമ്മളെ ഒന്ന് വിധിച്ചാൽ മതി. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നെന്ന്. ഈർഷ്യയും പിണക്കവും വെച്ചുകൊണ്ട് അങ്ങനെ അന്യഭാഷ പറയുന്നത് എങ്ങനെ പാട്ട് പാടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, പൗലോസിനും മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും 1-2 ഇടങ്ങളിൽ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടാ പറഞ്ഞത്. ദൈവകൃപയിൽ ഞാൻ ആരോടും അങ്ങനെ പിണങ്ങിയിരിക്കുന്നില്ല. ഇല്ല, എല്ലാവരോടും വിട്ടു. എല്ലാവരും വളരെ വിനയത്തോടെ, അപ്പോൾ തന്നെ പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. ഓരോരുത്തരോടും പിണങ്ങിയിരിക്കുന്നില്ല. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പൊതുവിൽ ക്ഷമയും ചോദിച്ചു. ആരോടും പിണങ്ങിയതായിട്ട് ഓർക്കുന്നില്ലെങ്കിലും അങ്ങ് ക്ഷമ ചോദിക്കുക. ഞാൻ ലോകത്തിലുള്ള സകല മനുഷ്യരോടും കൂടെ പറയുക, ഞാൻ ആരോടേലും മിണ്ടാതെയോ പിണങ്ങിയോ ഉടക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുകയോ അല്ലെ എന്നെ വിളിച്ചാൽ അങ്ങോട്ട് വന്നാൽ കാല് പിടിച്ച് ഞാൻ ക്ഷമ പറയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഏതായാലും കൊട്ടാരക്കരെ ബേർഷാബായിൽ ഒരു വിശുദ്ധം വന്ന് ചാടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണ്ട. പ്രാഗൽഭ്യത്തോടെ പറയുക, നമ്മൾ മനുഷ്യരല്ലേ. ഇനി അഥവാ ഏതേലും സമയത്ത് എപ്പോഴേലും ഓർക്കാപ്പുറത്ത് ആരെങ്കിലും ആയിട്ടൊരു അഭിപ്രായ വ്യത്യാസം വന്ന് നമ്മളത് മറന്നുപോയി. അതിനാ ഞാൻ പറയുന്നത്, ലോകത്തിൽ ആരേലും പറയുക, ഭാസ് എന്നോട് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നോട് പിണങ്ങിയിരിക്കാന്ന് ആരേലും ഒരാളുണ്ടെങ്കിൽ ഇന്നോ നാളെയോ എപ്പോഴേലും വന്നാൽ ഞാൻ കാല് പിടിച്ച് ക്ഷമ പറയാം. അത് ദൈവസന്നിധി പറയുന്ന കാര്യമാണ്.
ചില വിഷയത്തിലൊക്കെ ചിലര് എനിക്ക് ദോഷം ചെയ്തവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഞാൻ അവരോട് വളരെ വിനയമായിട്ട് ഇടപെടും. ചിലപ്പോൾ ഈ ഷിനു ഇവരുമൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനൊക്കെ അവൻ പോകാൻ പറ. ഞാൻ പറഞ്ഞ അങ്ങനല്ല. അവൻ ചിലപ്പോൾ കയറി ഉടക്കും. എന്തിനാ അച്ഛൻ അവനുമായിട്ട്? എടാ നമ്മുടെ പ്രമാണം അതാ. തിന്മയെ തിന്മ കൊണ്ടല്ല, എനിക്ക് ധാരാളം ആൾക്കാർ ഒരു സെന്ററില്ല തമ്മിൽ മിണ്ടുകയില്ല. എന്നിട്ട് ആ കർത്തൃമേശയുടെ സമയത്ത് നിന്നിങ്ങനെ വൈബ്രേഷൻ ഇവനന്നേരം ഉള്ളപ്പനി പിടിച്ച പോലെ നിൽക്കും. അടുത്ത് നിൽക്കുന്നവർക്കും അങ്ങ് പനിയ. എനിക്ക് മനസ്സിലാകുന്നു. നമ്മളെ പോലെ അഭിനയിക്കാൻ മിടുക്കുള്ളവര്. മമ്മൂട്ടി ഒന്നും നമ്മുടെ വെട്ടത്ത് വരികയില്ല. മമ്മൂട്ടി നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം.